മുമ്പിൽ ഉമ്മ നിൽക്കുകയാ. അവരുടെ തലയ്ക്ക് ചുറ്റികയ്ക്കടിച്ച് കൊന്നത് എന്തിനാ ഇവനറിയോ? അതുപോലെ റസൂലുള്ളാഹി പറയും വലൽ മഖ്ദൂലു ഫീ മഖ്തിൽ. ആ ഉമ്മയ്ക്ക് അറിയുമോ എൻ്റെ പൊന്നുമോൻ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലുന്നതെന്ന്? സ്വന്തം അനുജൻ അവനറിയുമോ? ആ മഖ്തൂലിനറിയുമോ എൻ്റെ ചേട്ടൻ എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന്? റസൂലുള്ളാഹി പറയുക, കൊല്ലപ്പെടുന്നവൻ അറിയില്ല എന്തിനെന്നെ കൊല്ലുന്നുവെന്ന്. കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നതെന്ന്. ഇന്ന് രാവിലെ ഒരു സാധുവായ ചെറുപ്പക്കാരൻ അയൽക്കാരൻ തല്ലിക്കൊന്നിരിക്കുന്നു. വാടക ചോദിച്ച ഒറ്റക്കുറ്റത്തിന് ഇന്ന് തല്ലിക്കൊന്നിരിക്കുന്നു. 40-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വാടക ചോദിച്ച് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് തല്ലിക്കൊന്നിരിക്കുന്നു. കേട്ടോ ഹദീസ് നിങ്ങൾ? അയൽക്കാരനെ തല്ലിക്കൊല്ലുമെന്ന്. എന്തിനാ തല്ലിക്കൊന്നേ? എന്തിനാ പാവത്തിനെ തല്ലിക്കൊന്നേ? ബുദ്ധി നഷ്ടപ്പെട്ട, നിങ്ങൾ കണ്ടില്ലേ, ബുദ്ധി നഷ്ടപ്പെട്ട 24 വയസ്സുകാരൻ 5 പേരെ കൊന്നു. 24 കിലോമീറ്റർ ഉള്ളിലുള്ള 3 സ്ഥലങ്ങളിലായി താമസിക്കുന്ന 5 പേരെ 6 മണിക്കൂറിനുള്ളിൽ കൊന്നൊടുക്കി. ബുദ്ധി നഷ്ടപ്പെട്ടോ? കാരുണ്യം പോയി. നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊന്നുകളയുന്നതിനെ കുറിച്ചാണ്. ഹത്താ യഖ്തുല റജുലു ജാറഹു. അങ്ങനെ ഒരാൾ തൻ്റെ അയൽക്കാരനെ കൊന്നുകളയും, വെറുതെ കൊന്നുകളയും. വയഖ്തുലു അഖാഹു, സഹോദരനെ അനുജനെ കൊന്നുകളയും. അതുപോലെ വയഖ്തുലു അമ്മഹു, കൊച്ചാപ്പയെ കൊന്നുകളയും. വയഖ്തുലു ഇബ്ന അമ്മിഹി, കൊച്ചാപ്പയുടെ മോനെ കൊന്നുകളയും. ഖാലു സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ സുബ്ഹാനല്ലാഹ്. അയൽക്കാരനെ കൊന്ന, കൊച്ചാപ്പയെ കൊന്ന, കൊച്ചാപ്പയുടെ മോനെ കൊന്ന, അനുജനെ കൊന്ന ഈ ഹദീസ് നിങ്ങൾ നോക്ക്, എന്തൊരു ഹദീസാണ്. അന്ത്യനാളിൽ വരാൻ പോകുന്ന മനുഷ്യത്വമില്ലാതാകുന്ന മൃഗതുല്യരായ മനുഷ്യർ, മനുഷ്യക്കോലങ്ങൾ, കാരുണ്യത്തിൻ്റെ കണിക പോലും ഉള്ളിലില്ലാത്ത ജന്തുക്കൾ, ബുദ്ധി പോലും അല്ലാഹുവിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ലോകത്തിനുണ്ടാകുന്ന ദുരന്തം. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് വമഅനാ ഉഖൂലുന. എന്തൊരത്ഭുതമാണ് നബിയെ, അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകൂലേ? അയൽക്കാരനെ കൊല്ലാൻ വെറുതെ ബുദ്ധി ഉണ്ടാവില്ലേ? ഖാല, ചോദിക്കുകയാണവർ, അക്കാലത്തെ ആളുകളുടെ ബുദ്ധിയും അള്ളാഹു ഊരിക്കളയും. ബുദ്ധി തന്നെ അള്ളാഹു താല അവർക്ക് ഇല്ലാതാക്കി കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അന്തരീക്ഷത്തിൽ അത്ഭുതകരമായ പല പരിവർത്തനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ബാഹ്യദൃഷ്ടികൾക്ക് അപ്പുറമുള്ള ലോകത്ത് പരിശുദ്ധമായ റമദാനിൻ്റെ വരവ് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് ഹേതുകമാകുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദ്യ രാത്രിയായാൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അഥവാ അവൻ്റെ സിംഹാസനത്തിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് മുസീറ എന്ന് പേരുള്ള ഒരു കാറ്റടിച്ച് വീശും എന്നും, ആ കാറ്റിൻ്റെ സ്വർഗമാകെ ഒഴുകിപ്പരക്കുന്ന ആ കാറ്റ് സ്വർഗവൃക്ഷങ്ങളുടെ ചില്ലകളിലും അതുപോലെ സ്വർഗ കവാടങ്ങളുടെ വട്ടക്കണ്ണുകളിലും തട്ടി അത് സൃഷ്ടിക്കുന്ന അലയൊലികൾ, അതിൻ്റെ പ്രതിധ്വനികൾ, അതിൻ്റെ സീൽക്കാര ശബ്ദം സ്വർഗമാകെ പടരുമ്പോൾ അതിശയകരമായ സ്വർഗത്തിൻ്റെ ഒരു വസന്ത സമാനമായ ആ സ്ഥിതിവിശേഷത്തിൽ ആകൃഷ്ടരായി അത്ഭുതം കൂറിക്കൊണ്ട് സ്വർഗകന്യകകളായ ഹൂറുൽ ഐനുകൾ അവരുടെ മണിമന്ദിരങ്ങളിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ റിളുവാൻ എന്ന മലക്കിനെ വിളിച്ച്, യാ റിളുവാനൽ ജന്ന, സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ റിളുവാൻ, എന്താണ് സ്വർഗത്തിൽ സംഭവിച്ചിരിക്കുന്ന പുതിയ പരിവർത്തനത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാരണമെന്ന് അന്വേഷിക്കും എന്നും. അപ്പോൾ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഇബാദുകളിൽ റമദാൻ മാസം സമാഗതമായിരിക്കുകയാണ്. അവർ അനുഷ്ഠിക്കുന്ന, അവർ ചൊല്ലുന്ന, അവർ പറയുന്ന അവരുടെ സുഹൃതങ്ങൾ തടസ്സങ്ങളേതുമില്ലാതെ സ്വർഗസീമകളിലേക്ക് കയറി വരുന്നതിൻ്റെ സീൽക്കാര ശബ്ദമാണ് കർണാനന്ദകരമാം വിധം സ്വർഗത്തെ വലിയ ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിൽ മുഴങ്ങുന്നത്, സ്വർഗത്തിൽ അലയടിക്കുന്നത് എന്ന് റിളുവാൻ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ അവരോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇതിലൂടെ അറിയേണ്ട ഒരു കാര്യം,
ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സുവർണാവസരങ്ങളും നൽകി ഈ ലോകത്തേക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ജീവിക്കാൻ അയച്ചിരിക്കുന്ന അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളെയും നിരീക്ഷിക്കുന്ന നിയന്ത്രിക്കുന്ന അല്ലാഹു നമ്മുടെ മനോവാക്ക് വൃത്തികളെ മൂന്നിനെയും ചിന്ത, വാക്ക്, പ്രവർത്തനങ്ങൾ മൂന്നിനെയും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്ന, വിചാരണ ചെയ്യുന്ന ഒരു ലോകത്ത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നാം ഉതിർക്കുന്ന ഓരോ വാക്കുകളും ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ക്യാച്ചിങ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന നാം ഇന്ന് പറയുന്ന പോലുള്ള CCTV സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചെറുതും വലുതുമായ ഓരോ ചിന്തകളെപ്പോലും വിശിഷ്യ നമ്മുടെ വാക് പ്രവർത്തനങ്ങൾ മുഴുവൻ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും അത് വെറുതെ സ്വാധീനമില്ലാതെ എവിടെയെങ്കിലും പോയി അലിഞ്ഞില്ലാതാവുകയല്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്. അല്ലാഹു നമുക്കൊരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ എപ്രകാരമാണ് അവൻ്റെ ബുദ്ധി നൽകപ്പെട്ട മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായി റബ്ബ് തആല നിയന്ത്രിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മളുടെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നമ്മുടെ കർമ്മങ്ങൾ സ്വർഗസീമകളിൽ അപ്പോൾ തന്നെ, സ്വർഗമെന്ന് പറഞ്ഞാൽ ഭൂമിയോളം ചെറുതൊന്നുമല്ല, സ്വർഗത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിരുകൾ അറിയാത്ത അത്ഭുതകരമായ ഒരു മഹാപ്രപഞ്ചം നമ്മുടെ മുമ്പിൽ സ്വർഗസീമകൾ തുറന്നു കിടക്കുകയാണ്. ആ സ്വർഗവും ഈ ഭൂമിയും തമ്മിൽ അഭേദ്യമാം വിധം ബന്ധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംവിധാനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ അവിടേക്ക് ഒഴുകുന്നു, നമ്മുടെ വാക്കുകൾ അവിടേക്ക് ഉയർന്നു പോകുന്നു. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു യർഫഉ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവിടേക്കാണ് യസ്അദുൽ കലിമു തയ്യിബു, വിശുദ്ധ വചനങ്ങളെല്ലാം ഉയർന്നു പോകുന്നത്. വിശുദ്ധ വാക്കുകളുടെ എല്ലാം ആരോഹണം സ്വർഗസീമകളിലേക്കാണ്, അല്ലാഹുവിങ്കലേക്കാണ്. വൽ അമലു സാലിഹു യർഫഉ, നല്ല പ്രവർത്തനങ്ങളെ അല്ലാഹു അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്, അത് മുകളിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ നമ്മുടെ അമലുകൾ നമ്മുടെ പരലോകത്ത് പ്രതിധ്വനിക്കുകയും ആ അമലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിത ഭാവി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം അല്ലാഹു ഈ ലോകത്ത് നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മങ്ങളെ അല്ലാഹുവിലേക്ക് അത് ഉയരുന്നുണ്ട്. പക്ഷേ ചില പ്രത്യേക പ്രതലങ്ങളിൽ അത് തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അത് വിലയിരുത്തലുകൾക്ക്, പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സുഹൃതങ്ങൾ ഒരു പരിശോധനയ്ക്കും വിധേയമാക്കാതെ, അതിൻ്റെ കുറ്റങ്ങൾ കുറവുകളിലേക്ക് അല്പം പോലും ശ്രദ്ധ കൊടുക്കാതെ ആകാശത്തേക്ക് സ്വർഗസീമകളിലേക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന വിധത്തിലാണ് പരിശുദ്ധമായ റമദാനെ അല്ലാഹു സംവിധാനം ചെയ്തിരിക്കുന്നത്. റമദാനിൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന. റമദാനായാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മറർക്കെ തുറന്നു കിടക്കും. അവിടെ ഒരു കവാടവും അടച്ചിടപ്പെടുകയില്ല. സ്വർഗത്തിലേക്ക് ഉയരുന്ന നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഓരോ സുബ്ഹാനല്ലയും ഓരോ അൽഹംദുലില്ലയും ഓരോ അല്ലാഹു അക്ബറും ഓരോ ലാ ഇലാഹ ഇല്ലല്ലയും സ്വർഗസീമകളിലേക്ക് അതിൻ്റെ തീരം തേടി പറക്കുകയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊള്ളണം. നാം പറയുന്ന ഓരോ വാക്കും വെറുതെയാകുന്നില്ല, വൃഥാവിലുള്ള ഒരു വാക്കുമില്ല. ക്ഷരമില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട്, നാശമില്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചൊല്ലുന്ന ഓരോ വാക്കും എത്തേണ്ടിടത്ത് എത്തുന്നുണ്ട്, തൊടേണ്ടിടത്ത് തൊടുന്നുണ്ട്, സ്പർശിക്കേണ്ടിടത്ത് സ്പർശിക്കുന്നുണ്ട്. അതതിൻ്റെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നോർത്തുകൊണ്ടുള്ള ഒരു ജീവിതം. ആ ജീവിതമാണ് പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതം. അതുകൊണ്ട് റമദാൻ വരുമ്പോഴേ
ആകാശസീമകളിൽ ഒരു വിളംബരമുണ്ടാകും. കാർതോർത്ത് പിടിക്കുന്നവർക്കത് കേൾക്കാകും. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ പറയുമത്രേ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയുടെ ഉപാസക, മുന്നോട്ട് മുന്നോട്ട്, നിൻ്റെ സമയം ഇതാ സമാഗതമായിരിക്കുന്നു, നിനക്ക് കൂടുതൽ ആവേശത്തോടെ മുന്നേറാം എന്ന് നന്മ ചെയ്യുന്ന ആളുകളെ മലക്കുകൾ പ്രോത്സാഹിപ്പിക്കുമത്രേ. പരിശുദ്ധ റമദാൻ വരുമ്പോൾ നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. മലായിക്കത്തുകളുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രതിധ്വനി അകക്കണ്ണ് തുറന്നു പിടിച്ചവരുടെ കാതുകളിൽ ഇരമ്പുന്നുണ്ട്. റമദാൻ ആഗതമായി, ഇനി എനിക്ക് നന്മകൾ അധികമധികം ചെയ്യേണ്ടതുണ്ടെന്നുള്ള ഒരു തോന്നൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സുകളിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന വിധത്തിൽ അവൻ്റെ ബോധമണ്ഡലത്തിൽ മലായിക്കത്തുകളുടെ പ്രഖ്യാപനത്തിൻ്റെ പ്രതിധ്വനി മുഴങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവനെ അധികമധികം മുമ്പോട്ടെന്നവർ പറയും. വയാ ബാഗിയ ശർരി അദ്ബിർ, അല്ലെങ്കിൽ അഖ്സിർ എന്നവർ പറയും അത്രേ. തിന്മയുടെ ഉപാസക, ജീവിതം മുഴുവൻ തിന്മയെ തേടി അലയുന്നവനെ, അഖ്സിർ, ഒന്ന് നിറുത്തൂ, ഇത് നിൻ്റെ സമയമല്ല, നിൻ്റെ ഊഴമല്ല, നിനക്ക് വലിയ അപകടമാണ് നീ വരുത്തി വയ്ക്കുക എന്ന് മലായിക്കത്തുകൾ പറയുന്നതിൻ്റെ ഇരമ്പം കാതുകളിൽ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഭാഗ്യവാന്മാരെൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവരെത്രയോ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ റമദാൻ ആകുമ്പോൾ അവർക്ക് പോലും അതുപോലെ തെറ്റ് ചെയ്യാനാവാത്ത വിധം, അവരുടെ ഉള്ളിൽ അവരറിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കപ്പെടുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം വലിയ മാറ്റങ്ങൾക്ക് പരിശുദ്ധമായ റമദാൻ വിധേയമാകുമ്പോൾ നമ്മോട് റമദാൻ വിളംബരം ചെയ്യുന്നത് വലിയ വലിയ സന്ദേശങ്ങളാണ്. മനുഷ്യ, നീ ഈ ലോകത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങിക്കിടക്കാതെ പരലോകത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നുയരുക. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നിൻ്റെ ദുർമേധസ്സുകളിൽ നീ കുരുങ്ങിപ്പോകാതെ ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് നീ ചിറകടിച്ച് പറക്കുക. അതുപോലെ മൃഗീയതയുടെ ചെളിക്കുണ്ടിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് നീ നടന്ന് കയറുക എന്ന് പരിശുദ്ധമായ റമദാൻ നമ്മളോട് പറയുന്ന, അങ്ങനെ നമ്മെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന 30 ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നോമ്പ് വെക്കുവാനും നോമ്പ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ നിയന്ത്രണമാർജിക്കുവാനും നമ്മളെ പഠിപ്പിക്കുക. നോമ്പിലൂടെയുള്ള ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ നോമ്പ് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ചിട്ട വരുത്തലാണ്. ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യൻ്റെ ജീവിതത്തിന് ചിട്ടയുണ്ടാകണം. പ്രകൃതി മുഴുവൻ ചിട്ടപ്പടിയാണ്. ചിട്ടയില്ലാത്ത ഒരു പ്രകൃതി വസ്തുവും പ്രപഞ്ചത്തിലില്ല. സൂര്യന് കൃത്യമായൊരു ചിട്ടയുണ്ട്. ആ ചിട്ട അത് തെറ്റിക്കാറേ ഇല്ലെന്ന് നാം കാണുകയാണ്. ചന്ദ്രന് കൃത്യമായൊരു ചിട്ടയുണ്ട്, അതിനത് തെറ്റിക്കാനാവുകയേ ഇല്ല എന്ന് നാം കാണുകയാണ്. അതുപോലെ തന്നെ നക്ഷത്ര ലോകത്തൊരു ചിട്ടയുണ്ട്, അതിനൊരു ട്രാക്കുണ്ട്, അതിനൊരു ഓരോന്നിനും ഓരോ ഓർബിറ്റുണ്ട്. അത് മറികടക്കാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിലുള്ള ഒരു ചിട്ടയുടെ അച്ചടക്കത്തിൻ്റെ ഡിസിപ്ലിൻ്റെ സൗന്ദര്യമാണ് പ്രപഞ്ചത്തെ, പ്രകൃതിയെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ ആ അച്ചടക്ക വ്യവസ്ഥിതിക്ക് പുറത്ത് കടക്കാൻ ഈ പ്രകൃതിയിൽ അനുവാദം നൽകപ്പെട്ടിരിക്കുന്ന ലോകത്തെ ഒരേ ഒരു ജീവി മനുഷ്യരായ നമ്മൾ മാത്രമാണ്. അതിനാണ് നമുക്ക് അല്ലാഹു സ്വർഗം തരാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് നരകം അവകാശപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അച്ചടക്ക വ്യവസ്ഥിതിയുടെ മഹാപ്രപഞ്ചത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ പ്രകൃതിയുടെ പൊതുവായ അച്ചടക്ക വ്യവസ്ഥിതിക്ക് നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ നമുക്ക് അല്ലാഹു തആല തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറഞ്ഞുവല്ലോ, ആത്മാവിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ പദ്ധതിയല്ലത്. അത് ഒരു ഹ്യൂമൻ പ്രൊജക്റ്റാണ്, ഒരു മാനവിക വികാസ പദ്ധതിയാണ്, മനുഷ്യ വികസന പദ്ധതിയാണ്. മാനവ വികസന വകുപ്പെന്നൊരു വകുപ്പുണ്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിന്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേര് മാറ്റി അവരിട്ടത് അങ്ങനെയാണ്, മനുഷ്യവിഭവ വികസന വകുപ്പെന്ന. യഥാർത്ഥത്തിൽ മനുഷ്യവിഭവ വികസനത്തിനൊരു വകുപ്പ് തന്നെ വേണമത്രേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ മനസ്സിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതിയുടെ പേരാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ എല്ലാ പദ്ധതിയും മനുഷ്യ മനസ്സിൻ്റെ വികാസത്തെ, അതിൻ്റെ ഉദാരതയെ,
അതിൻ്റെ മനുഷ്യത്വത്തെ, അതിൻ്റെ നന്മയെ വളർത്താൻ വേണ്ടി, അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനുവേണ്ടി മനസ്സിനെ നന്നാക്കാൻ, മനുഷ്യ മനസ്സിന് പോഷണം ലഭിക്കാൻ ഈ ലോകത്തെ ഭക്ഷ്യവിഭവങ്ങൾ പോരായികയാൽ മനുഷ്യ മനസ്സിൻ്റെ പോഷണത്തിന്, മനുഷ്യ ശരീരത്തിൻ്റെ പോഷണത്തിന്, ഈ ഭൂമിയിൽ നിന്ന് രൂപം കൊണ്ട ശരീരത്തിൻ്റെ പോഷണത്തിന് ശരീരത്തിൻ്റെ വിഭവങ്ങൾ പര്യാപ്തമാകുന്നു. അതുകൊണ്ട് അവൻ ഭക്ഷിക്കുന്നു, കുടിക്കുന്നു എന്ന പോലെ ഈ ലോകത്ത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്തിത്വമായ അവൻ്റെ മനസ്സ്, ആ മനസ്സിൻ്റെ പോഷണത്തിന് അത് ആകാശത്ത് നിന്ന് നമുക്ക് വന്നു കിട്ടിയതാണ്. അഭൗമമായ ഒരത്ഭുതമാണത്. അതിലാണ് നമ്മെ നാമാക്കി തീർക്കുന്ന എല്ലാ ഉത്തമ മൂല്യങ്ങളെയും അല്ലാഹു തആല കുടിയിറക്കി വെച്ചത്. ആ ഉത്തമ മൂല്യങ്ങളെ ആകാശത്തിൻ്റെ സന്ദേശങ്ങൾ കൊണ്ടാണ് അതിനെ പോഷിപ്പിച്ചേണ്ടത് എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു ഇറക്കിയത്, ഖുർആനിനെ, മനുഷ്യ മനസ്സിനെ അള്ളാഹു സമ്മാനിച്ചത് അവനിൽ നിന്നാണ്. ആകാശസീമകളിലേക്കാണ് അവൻ്റെ ആത്മാവിൻ്റെ ആഗമനം. വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് തന്നെയാണ് ഞാൻ അവനിലേക്ക് സന്നിവേശിപ്പിച്ചത്. ആ റൂഹ് നൽകപ്പെട്ട മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവൻ്റെ വചനത്തെ തന്നെയാണ് നൽകിയത്. അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെയാകണം നമ്മുടെ മനസ്സിനെ സംസ്കരിക്കേണ്ടത്. വേറെ ഒരു വചനത്തിനും നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ ശേഷിയില്ല. ഇന്ന് ലോകത്ത് ഒരുപാട് വചനങ്ങൾ നിറഞ്ഞ ലോകമാണ്, ഒരുപാട് വർത്തമാനങ്ങൾ നിറഞ്ഞ ലോകമാണ്, ഒരുപാട് അക്ഷരക്കൂട്ടുകൾ പ്രസാദനം ചെയ്യപ്പെടുന്ന ലോകമാണ്, ഒരുപാട് ഗ്രന്ഥകർത്താക്കളുടെ കൃതികളാൽ ലോകം സമ്പന്നമാണ്, ഒരുപാട് വായിക്കപ്പെടുന്ന കാലമാണ്. പക്ഷേ ഈ വായനകൾ കൊണ്ടൊന്നും മനുഷ്യ മനസ്സിനെ ഒന്ന് നന്നാക്കാൻ, അതിനെ മാലിന്യമുക്തമാക്കാൻ, അതിൻ്റെ മഹാദുരന്തത്തിൽ നിന്ന് അതിനെ മോചിപ്പിച്ചെടുക്കാൻ, അതിനെ ഒന്ന് പിടിച്ച് കെട്ടാൻ, അതിനെ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ചിന്തകന്മാരുടെ വചനങ്ങൾക്ക്, അവരുടെ പ്രഭാഷണങ്ങൾക്ക്, അവരുടെ വരകൾക്ക്, അവരുടെ വരികൾക്കൊന്നും ആകുന്നില്ല. മനുഷ്യൻ ഓരോ ദിവസവും മൃഗമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൃഗീയതയെ ചെറുത്ത് നിൽക്കാൻ നമ്മളോട് പറയപ്പെട്ടത് നോമ്പ് വെക്കാനാണ്. അതോടൊപ്പം തന്നെ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൃഗീയ ശക്തിയെ ചെറുക്കുകയാണ്. തിന്ന് കുടിച്ച് ഭോഗിച്ച് കഴിയുന്ന, മൃഗവാസനകൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന നമ്മുടെ മൃഗീയതയെ തോൽപ്പിക്കാൻ, ആ മൃഗവാസനകൾക്ക് പോഷണം നൽകുന്ന അന്നപാന ഭോഗവസ്തുക്കളോട് അകലം പാലിക്കുക. അങ്ങനെ നിൻ്റെ അസ്തിത്വത്തിൻ്റെ അടുത്ത ഘടകമായ ആത്മാവിനെ നീ ശക്തിപ്പെടുത്താൻ, അതിനെ ദുർബലപ്പെടുത്തുന്ന നിൻ്റെ തീറ്റ കുടി ഭോഗമെന്ന മൃഗവാസനകളെ ഒന്ന് തളയ്ക്കുക. അതിനെ ഒന്ന് പിടിച്ച് കെട്ടിയിട്ട് നിൻ്റെ ആത്മാവിന് കരുത്ത് നൽകുക. മനസ്സിലേക്ക് നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, മനസാക്ഷിയിലേക്ക് നിനക്കൊന്ന് തുറന്നു നോക്കാൻ നിനക്ക് അപ്പോഴേ കഴിയൂ. തീറ്റയും കുടിയും ഭോഗവുമായി മുന്നേറുന്ന നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ കേടുകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമുക്ക് നോമ്പ് തന്നത്. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ അമല് നോമ്പാണ്. മനുഷ്യന് അവൻ്റെ ആത്മാവിനെ സംസ്കരിക്കാൻ നോമ്പ് ഉപകാരപ്പെടുന്നത് പോലെ മറ്റൊന്നുമില്ല. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, മുർനി ബി അംരിൻ ആഖുദുഹു മിൻ അൻക, ഒരു കാര്യം കൽപ്പിച്ചാലും അങ്ങയിൽ നിന്ന് എനിക്കത് സ്വീകരിക്കാനാണ്. യൻഫഉനില്ലാഹു ബി, അള്ളാഹു എനിക്കതിലൂടെ പ്രയോജനം തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പ് പിടിച്ചോളൂ. ഫഇന്നഹു ലാ മിസ്ല ല, നിനക്ക് അള്ളാഹുവിൽ നിന്ന് പ്രയോജനം കിട്ടാൻ അതുപോലെ വേറൊന്നുമില്ല. അള്ളാഹുവിൽ നിന്ന് ഗുണം കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോമ്പ് പോലെ വേറൊന്നുമില്ല. ലാ അദലല, അതിന് തുല്യമില്ലെന്ന് വേറൊരു റിവായത്തിൽ കാണാം. ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു മഹാന്മാർ, ഫമാ റുഇയ അബൂ ഉമാമ വലം റഅതുഹു വലാ ഖാദിമുഹു ഇല്ലാ സിയാമ, അള്ളാഹുവിൻ്റെ റസൂൽ ഇതങ്ങി നോമ്പെന്ന് പറയുന്ന മെസ്സേജ് കൊടുത്തതിന് ശേഷം അബൂ ഉമാമത്തുൽ ബാഹിലിയെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ സേവകന്മാരെയോ നോമ്പുകാരല്ലായിട്ടല്ലാതെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടേയില്ല.
വക്കാന അബൂ ഉമാമത്ത ലാ യറാ ഫീ ബൈത്തിഹി ദുഖാന നഹാറ, പകലിൽ പിന്നെ ആ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് അതിന് വേറെ പകരമില്ലെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് അമ്മയുടെ മനസ്സിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഫലമാണ്. ഇല്ലാ ഇദാ നസല ബിഹിം ലൈഫ്, വീട്ടിൽ അതിഥി വന്നാലല്ലാതെ, ഫഇദാ റഔൽ ദുഖാന നഹാറ, പകലാ വീട്ടിൽ തീ പുകയുന്നത് ഞങ്ങൾ കണ്ടാൽ, അറഫു അന്നഹു ഖദ് ഇഅ്തറാഹും ലൈഫ്, ആ ജനം വിചാരിക്കുമായിരുന്നു അബൂ ഉമമയുടെ വീട്ടിൽ അതിഥികളാരോ വന്നു, അല്ലെങ്കിൽ പകൽ തീ പുകയുകയില്ല. അത്രയേറെ നോമ്പിനെ ആസ്വദിച്ചുകൊണ്ട്, നോമ്പ് തനിക്ക് ചെയ്യുന്ന ഉപകാരത്തെ നോമ്പ് വെച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട്, നോമ്പിലൂടെ തൻ്റെ മനുഷ്യത്വം ഉണരുകയും മനുഷ്യനാകുന്നത് നോമ്പിലൂടെയാണെന്നറിഞ്ഞ് തൻ്റെ ഉള്ളിൽ ഉണരുന്ന മനുഷ്യത്വത്തിൻ്റെ ആനന്ദത്തിൽ ആസ്വാദനത്തോടെ കഴിഞ്ഞുകൂടിയ അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന് പറയുന്ന സഹാബിയെക്കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അറിയണം, മനുഷ്യനെന്ന് പറയുന്നത്, മനുഷ്യനാകുന്നത് അവൻ്റെ മനസ്സിൽ മനുഷ്യത്വമുണരുമ്പോഴാണ്. അതുകൊണ്ട് നോമ്പ് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വമാണ് സൃഷ്ടിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമീഅത്തു റസൂൽ യസീദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ സൗമു ഷഹരി സബർ, സബറിൻ്റെ മാസത്തിലെ നോമ്പ്, ക്ഷമയുടെ മാസത്തിലെ നോമ്പ്. ക്ഷമിച്ചേ റമദാനിൽ ഒരാൾക്ക് വിജയിക്കാനാവൂ, ഇല്ലെങ്കിൽ ക്ഷമയില്ലാത്തവന് റമദാൻ ഒരു ഗുണവും ചെയ്യില്ല. ആ മാസത്തിലെ നോമ്പും തലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും 3 നോമ്പുകളും യുദ്ഹിബന വഹറ സദർ, അത് മനുഷ്യഹൃദയത്തിലെ പകയും അസൂയയും നീക്കി ശുദ്ധമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. പകയും വെറുപ്പും അസൂയയുമാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത്, മൃഗമല്ലാതാക്കി തീർക്കുന്നത് എന്ന് വളരെ കൃത്യമായി നാം അറിയുമ്പോൾ, ഒന്നാമതായി മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യത്വം നിലനിൽക്കുന്നത് അവൻ്റെ കാരുണ്യം കൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യത്വം ഈ അവസാന നാളുകളിൽ മനുഷ്യനല്ലാതാകുന്ന ഒരു കാലത്തെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു. മനുഷ്യക്കോലമുള്ള മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, സയജീഉ ഫീ ആഖിരി സമാനി അഖ്വാം, അന്ത്യനാളിൽ ചില ജനങ്ങൾ വരും, യകൂനു വുജൂഹുഹും വുജൂഹുൽ ആദമിയ്യീൻ, മുഖം മനുഷ്യൻ്റെതായിരിക്കും, വഖുലൂബുഹും ഖുലൂബു ഷയാത്തീൻ, അവരുടെ മനസ്സ് പിശാചിൻ്റെ ചെകുത്താൻ്റെ മനസ്സായിരിക്കും. മുഖം മനുഷ്യരുടേതായവരെ ദയവായി തെറ്റിദ്ധരിക്കാതിരിക്കുക, അവരും മനുഷ്യരല്ലേ എന്ന്. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, മനുഷ്യൻ്റെ മുഖമുള്ളവർ, മനുഷ്യക്കോലങ്ങൾ, ചെകുത്താൻ്റെ മനസ്സും പേറിയവർ അന്ത്യനാളിൽ വരും. അംസാലുൽ ദിആബിൽ ലവാരി, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ. ലൈസ ഫീ ഖുലൂബിഹിം ശൈഉം മിനർ റഹ്മ, അവരുടെ ഹൃദയത്തിൽ ഒരിറ്റ് കരുണയുണ്ടാവുകയില്ല. റഹ്മത്ത്, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന കാരുണ്യം ഒരു തുള്ളി അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. സഫാക്കൂന ലിദ്ദിമാ, രക്തം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ ചിന്തിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ഹൃദയത്തിൽ കാരുണ്യമില്ലാതായാൽ രക്തം ചിന്തുമെന്നാ. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാനം ബുദ്ധിയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ബുദ്ധിയും പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് വിശദീകരിക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കാണുന്നത് എന്താ? നാം ഇന്ന് കണ്ടതെന്താണ്? പരിശുദ്ധമായ റമദാൻ വന്നപ്പോൾ കേരളമാകെ ഞെട്ടി വിറച്ചു നിൽക്കുന്ന, സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സംഭവത്തിന് നമ്മളെല്ലാവരും സാക്ഷിയായി. മനുഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ ഗുണം, ഒന്നാമത്തെ ഗുണമായ കാരുണ്യവും രണ്ടാമത്തെ ഗുണമായ ബുദ്ധിയും നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ബുദ്ധിയും അല്ലാഹു എടുത്തു കളയും. ബുദ്ധിയും അള്ളാഹു എടുത്തു കളയും. ആൾ വലിയ ബുദ്ധിമാനായിരിക്കും, ആൾ IAS പാസ്സായിട്ടുണ്ടാവും, ഓഫീസറായിട്ടുള്ള, പക്ഷെ അവൻ്റെ ബുദ്ധിയെ അള്ളാഹു എടുത്തു കളയും. അവൻ ബുദ്ധി പോയ മൃഗമായി മാറും. കാന റസൂലുള്ളാഹി യുഹദ്ദിഥുനാ അന്ന ബൈന യദൈ സാഅത്തിൽ ഹറജ്, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് പറയുകയായിരുന്നു, അന്ത്യനാളിന് മുമ്പുള്ള സംഭവ വികാസങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഹറജ് വരുമെന്ന്. ഹറജ് എന്നാൽ ഖീല വമൽ ഹറജ്, എന്താണ് നബിയെ ഹറജ്? അറിയാത്തൊരു പദമാണ് പ്രയോഗിക്കുന്നത്. അൽ കിദ്ബു വൽ ഖത്ൽ, കള്ളം, കളവ് പെരുകും, കൊലയും പെരുകും, കളവ് പെരുകും. ലോകം മുഴുവൻ കളവ്, നുണപ്രചാരണങ്ങൾ, നുണ മാത്രം പറയുക. MLA ആയിരുന്നവൻ പോലും നുണ പറയുക, എന്നിട്ടിതാ നിയമ നടപടികൾക്ക് വിധേയമാവുക. പച്ചക്കള്ളം പറയുക, കളവങ്ങ് പെരുകും, അത് സമൂഹം ഏറ്റെടുക്കും. ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അന്ത്യനാളായപ്പോൾ ഉണ്ടായ ആർക്കും കള്ളം പറയാം. ഒരു സമുദായം മുഴുവൻ വർഗീയവാദിയാണെന്ന പച്ചക്കള്ളം ആർക്കും പറയാം. അതങ്ങനെ തന്നെ ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാം. ഇതുപോലൊരു കള്ളം സമൂഹം പറഞ്ഞ, ഇതുപോലെ അത് ഏറ്റുപിടിച്ച ഒരു കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഹദീസ് അവസാന നാളിൻ്റെ അടയാളമായി നമുക്ക് വായിക്കാനാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കള്ളം പെരുകും, വൽഖത്ലു കൊലയും പെരുകും. ഖാലു അക്തറ മിമ്മാ നഖ്തുലുല്ലാൻ, ഇന്നത്തേക്കാൾ കൂടുതൽ കൊലയുണ്ടാകുമെന്നോ? ഖാല ഇന്നഹു ലൈസ ബിഖത്ലികുമുൽ കുഫാർ, ഞാൻ പറയുന്നത് സത്യനിഷേധികളോട് യുദ്ധത്തിൽ നിങ്ങൾ കൊല ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചല്ല. വലാകിന്നഹു ഖത്ലു ബഅദികും ബഅദ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊന്നുകളയുന്നതിനെ കുറിച്ചാണ്. ഹത്താ യഖ്തുല റജുലു ജാറഹു, അങ്ങനെ ഒരാൾ തൻ്റെ അയൽക്കാരനെ കൊന്നുകളയും, വെറുതെ കൊന്നുകളയും. വയഖ്തുലു അഖാഹു, സഹോദരനെ അനുജനെ കൊന്നുകളയും. അതുപോലെ വയഖ്തുലു അമ്മഹു, കൊച്ചാപ്പയെ കൊന്നുകളയും. വയഖ്തുലു ഇബ്ന അമ്മിഹി, കൊച്ചാപ്പയുടെ മോനെ കൊന്നുകളയും. ഖാലു സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ സുബ്ഹാനല്ലാഹ്. അയൽക്കാരനെ കൊന്ന, കൊച്ചാപ്പയെ കൊന്ന, കൊച്ചാപ്പയുടെ മോനെ കൊന്ന, അനുജനെ കൊന്ന ഈ ഹദീസ് നിങ്ങൾ നോക്ക്, എന്തൊരു ഹദീസാണ്. അന്ത്യനാളിൽ വരാൻ പോകുന്ന മനുഷ്യത്വമില്ലാതാകുന്ന മൃഗതുല്യരായ മനുഷ്യർ, മനുഷ്യക്കോലങ്ങൾ, കാരുണ്യത്തിൻ്റെ കണിക പോലും ഉള്ളിലില്ലാത്ത ജന്തുക്കൾ, ബുദ്ധി പോലും അള്ളാഹുവിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ലോകത്തിനുണ്ടാകുന്ന ദുരന്തം. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് വമഅനാ ഉഖൂലുന, എന്തൊരത്ഭുതമാണ് നബിയെ, അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകൂലേ? അയൽക്കാരനെ കൊല്ലാൻ വെറുതെ ബുദ്ധി ഉണ്ടാവില്ലേ? ഖാല, ചോദിക്കുകയാണവർ, അക്കാലത്തെ ആളുകളുടെ ബുദ്ധിയും അള്ളാഹു ഊരിക്കളയും. ബുദ്ധി തന്നെ അള്ളാഹു താല അവർക്ക് ഇല്ലാതാക്കി കളയും. അങ്ങനെ ഒരു കാലത്ത് അന്ത്യനാളിൽ മനുഷ്യർ ജീവിക്കേണ്ടി വരും. ഹത്താ യുഹസബ അഹദുക്കും അന്നഹു അലാ ഷൈഅ്, എന്നിട്ട് നിങ്ങളിൽ ഓരോരുത്തരും വിചാരിക്കും ഞങ്ങൾ എന്തൊക്കെയാണെന്ന്. വലൈസ അലാ ഷൈഅ്, നിങ്ങളൊരു ചുക്കുമായിരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ ഇന്ന് ഒരു വീട്ടു വാടകയ്ക്ക് കൊടുത്ത ഒരു വീട്ടുടമസ്ഥൻ്റെ പ്രതിനിധി, തൊട്ടയൽക്കാരൻ, വാടക ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടവൻ വാടക ചോദിച്ച് ചെന്നപ്പോൾ ഇന്ന് രാവിലെ ഒരു സാധുവായ ചെറുപ്പക്കാരൻ അയൽക്കാരൻ തല്ലിക്കൊന്നിരിക്കുന്നു. വാടക ചോദിച്ച ഒറ്റക്കുറ്റത്തിന് ഇന്ന് തല്ലിക്കൊന്നിരിക്കുന്നു. 40-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വാടക ചോദിച്ച് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് തല്ലിക്കൊന്നിരിക്കുന്നു. കേട്ടോ ഹദീസ് നിങ്ങൾ? അയൽക്കാരനെ തല്ലിക്കൊല്ലുമെന്ന്. എന്തിനാ തല്ലിക്കൊന്നേ? എന്തിനാ പാവത്തിനെ തല്ലിക്കൊന്നേ? ബുദ്ധി നഷ്ടപ്പെട്ട, നിങ്ങൾ കണ്ടില്ലേ, ബുദ്ധി നഷ്ടപ്പെട്ട 24 വയസ്സുകാരൻ 5 പേരെ കൊന്നു. 24 കിലോമീറ്റർ ഉള്ളിലുള്ള 3 സ്ഥലങ്ങളിലായി താമസിക്കുന്ന 5 പേരെ 6 മണിക്കൂറിനുള്ളിൽ കൊന്നൊടുക്കി. ബുദ്ധി നഷ്ടപ്പെട്ടോ? കാരുണ്യം പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയ സംഭവം എന്നാണ് വിചാരിക്കുന്ന. കരുണ ചോർന്നു പോയാൽ, ബുദ്ധിയും കരുണയും ഒരു സമൂഹം ചീത്തയാകുമ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് നഷ്ടപ്പെടുകയാണ്, ചോർന്നു പോവുകയാണ്. എന്നിട്ട് സ്ഥിരം കുറ്റവാളികൾക്ക് പോലും ഇല്ലാത്ത നിസ്സംഗതയോടെ പോയി സ്റ്റേഷനിൽ കീഴടങ്ങി. സ്വന്തം ഉമ്മയെ കഴുത്തിൽ ഷോള് മുറുക്കി തല നിലത്തടിച്ച് അവസാനം മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ടു. ക്യാൻസർ രോഗിയായ ഉമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ല. പിന്നെയാണ് ചുറ്റിക വാങ്ങി 15 കിലോമീറ്റർ അകലെയുള്ള പാങ്ങോടെത്തി വെല്ലിമ്മയുടെ വീട്ടിലെത്തി പണയം വയ്ക്കാൻ സ്വർണ്ണമാല ചോദിച്ചിട്ട് നൽകാത്ത ദേഷ്യത്തിന് തലയ്ക്കടിച്ച് അവരെ കൊന്നത്. പിന്നീട് 17 കിലോമീറ്റർ വെഞ്ഞാറമൂട്ടിലേക്ക് വണ്ടി ഓടിച്ച് തിരിച്ചെത്തി. ഇവന് ബുദ്ധിയുണ്ടോ? ഉണ്ടോ? മനുഷ്യൻ പണ്ടൊക്കെ ആരെങ്കിലും കൊന്നാൽ ഒളിച്ചോടുകയാണ്, അല്ലേ? ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത് കൊന്നാൽ ആൾക്കൂട്ടത്തിൽ നിൽക്കാതെ ഓടുക. ഇത് കൊന്നിട്ട് ഇവനെന്തോ പുണ്യകർമ്മം ചെയ്ത വീരജേതാവിനെ പോലെ റോട്ടിലിറങ്ങി ബൈക്കും എടുത്ത് അടുത്തയാളെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന് ഇത്. കൊലപാതകങ്ങൾക്ക് ബുദ്ധിയില്ലായിരുന്നോ? ബുദ്ധി പോകുന്ന, കരുണ പോകുന്ന കൊലപാതകങ്ങളെ കൊണ്ട്, മനുഷ്യ മുഖങ്ങളെ കൊണ്ട് നിറയുന്നൊരു കാലം വരുമെന്ന് വെറുതെ വരുന്നല്ല, നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയെ കൊന്നു. എന്തിനാണ് ആ ഉമ്മയെ കൊന്നതെന്നറിയോ? റസൂലുള്ളാഹി പറയുന്ന വർത്തമാനങ്ങളൊന്ന് കേൾക്കണേ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി, അന്ത്യനാൾ അടുത്ത് വരുമ്പോൾ ഒരു കാലം വരും. വല്ലദീ നഫ്സി ബിയദി ലാ തദ്ഹബു ദുനിയാ ഹത്താ യഅതി അലന്നാസി യൗം, ജനങ്ങൾക്കിടയിൽ ഒരു നാൾ വരാതെ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ലാ യദ്രിൽ ഖാതിലു ഫീമ ഖുതിൽ, കൊലപാതകി അറിയില്ല എന്തിനാണ് അവൻ കൊന്നതെന്ന് അവന് തന്നെ അറിയില്ല. എന്തിനാണ് ഉമ്മയെ കൊല്ലുന്നേ? പാവ ഉമ്മയെ
മുഖത്ത് നോക്കി ചുറ്റികയ്ക്ക് മുമ്പിൽ ഉമ്മ നിൽക്കുകയാണ്. അവരുടെ തലയ്ക്ക് ചുറ്റികയ്ക്കടിച്ച് കൊന്നത് എന്തിനാ ഇവനറിയോ? അതുപോലെ റസൂലുള്ളാഹി പറയാ വലൽ മഖ്ദൂലു ഫീ മഖ്തിൽ, ആ ഉമ്മയ്ക്ക് അറിയുമോ എൻ്റെ പൊന്നുമോൻ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലുന്നതെന്ന്? സ്വന്തം അനുജൻ അവൻ അറിയുമോ, ആ മഖ്തൂലിന് അറിയുമോ എൻ്റെ ചേട്ടൻ എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന്? റസൂലുള്ളാഹി പറയുക, കൊല്ലപ്പെടുന്നവൻ അറിയില്ല എന്തിനെന്നെ കൊല്ലുന്നുവെന്ന്. കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നതെന്ന്. ഇങ്ങനൊരു കാലം ഫഖീല കൈഫ യകൂനു ദാലിക്, അന്ന് മനുഷ്യരാണതുകൊണ്ട് അവർ ചോദിച്ചു പോയി. ഇന്ന് നമ്മളങ്ങനെ പോലും ചോദിക്കണില്ല എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ ഉണ്ടാകും നബിയെ? ഖാലൽ ഹറജ്, ലോകം മുഴുവൻ നാട് മുഴുവൻ കുഴപ്പം, നാട് മുഴുവൻ ഹൃദയശൂന്യന്മാരാൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്തവരാൽ കരുണയില്ലാത്തവരാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു പ്രക്രിയയും സമൂഹത്തിൽ നടക്കുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ നാട്ടിലൊരു പള്ളിയുടെ അടുത്താ, മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്നിടത്താ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ അവന് ധൈര്യം വരണമെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച്, മുസ്ലിങ്ങളായ നമ്മളെക്കുറിച്ച് ആ കൊലപാതകിക്കൊരു ഭയവുമില്ല എന്നല്ലേ? നമ്മളെത്ര ചീത്തയായി. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവനെന്തോ ഒരു പേര് പറയും അത്ര, ജിഹാദി എന്ന് പറഞ്ഞിട്ടൊരു പേര് പറയുമെന്ന്. അവനെ ജിഹാദി എന്നാ സമൂഹം വിളിക്കുന്നത്. പോക്കിരിത്തരവും തെമ്മാടിത്തവും കൈമുതലാക്കിയവനെ, അവനോട് അടുക്കാൻ ആർക്കും പേടിയാണത്രേ. അങ്ങനെയുള്ളവനെ ജിഹാദി എന്നാണ് വിളിക്കുന്നത്. അതാണല്ലോ ഇസ്ലാമിലെ ജിഹാദ്. ആര് വിളിച്ചതാ? ആ സമുദായം വിളിച്ചതാ. അവനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയില്ലത്രേ. അൽ ഹറജ്, സമൂഹത്തിൽ കുഴപ്പമാണ്, സമൂഹം നാറിപ്പോയി, പുഴുത്തുപോയി. ഈ സമൂഹത്തിൽ ഇതൊക്കെ നടക്കും. ഈ പള്ളിയുടെ മുമ്പിലല്ലേ ഇന്ന് 9 മണി കഴിയുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട പെണ്ണുങ്ങൾ നിരന്ന് നിന്ന് ദേഹം വിൽക്കുന്നത് ഇവിടെ ആയിരിക്കില്ലേ? അപ്പോൾ സമൂഹം അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാകും ഈ മഹാദുരന്തത്തെ? ഇത് കണ്ടാൽ പോലും ഇതൊരു മോശമാണെന്നൊരു തോന്നൽ പോലും ഇല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് ലോകം പോകുമെന്ന് റസൂലുള്ളാഹി. ഇവിടെയാണ് നോമ്പ് മനുഷ്യനെ ഉണർത്താൻ, മനുഷ്യത്വത്തെ ഉണർത്താൻ. അബൂ ഉമാമത്തുൽ ബാഹിലി നോമ്പാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം, നോമ്പ് വെച്ച് നോമ്പിൻ്റെ ആനന്ദം അറിഞ്ഞതിന് ശേഷം, പകല് ദിവസത്തിൽ ആ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. നോമ്പ് വെച്ച് ശീലിച്ചവർ പരിശുദ്ധ റമദാൻ വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുക. നോമ്പിലൂടെ ഉണരുന്ന മനുഷ്യത്വത്തിൻ്റെ ആനന്ദമറിഞ്ഞവർ കാത്തിരിക്കുക. അതറിയാത്തവൻ എങ്ങനെ ഒളിച്ചോടാമെന്ന് ആലോചിച്ചുള്ള പദ്ധതികളിൽ തലപുകയുക അല്ലേ? ആലോചിച്ച് നോക്ക്. നോമ്പ് വെച്ചതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സുഹൃതത്തിൻ്റെ സുഗന്ധം, ആനന്ദം ഉള്ളിൽ അനുഭവിച്ചവൻ വരട്ടെ റമദാൻ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയല്ലേ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കിക്കോ, ഒളിച്ചോടാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയല്ലേ? നോമ്പ് വെച്ച് അനുഭവിച്ചവനെ മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റൂ. അനുഭവിച്ചവരാരും നോമ്പിൽ നിന്ന് ഒളിച്ചോടൂല. അള്ളാഹു ഇതിലൂടെ എൻ്റെ മനുഷ്യത്വം, എൻ്റെ കാരുണ്യം, എൻ്റെ റഹ്മത്ത്, എൻ്റെ പ്രതലം, എൻ്റെ വിധാനം ഞാൻ എത്ര കണ്ട് മേലെയാണ്, ഉയരെയാണ്, അനുഭൂതികളിലാണെന്ന് നോമ്പ് കൊണ്ട് നമ്മൾ അറിയുന്ന ആ മഹാസുദിനങ്ങൾ നമ്മെ അത് അറിയിക്കുന്ന, അതിനെല്ലാ സാഹചര്യങ്ങളെയും അള്ളാഹു അനുകൂലമാക്കുന്ന, ലോകത്തിൻ്റെ അപകടകരമായ പ്രവണതകൾക്കെല്ലാം ഒരു തടയിടുന്ന ആകാശ സീമകളിൽ നിന്ന് തിന്മയുടെ ഉപാസക ഒന്ന് നിറുത്തൂ, നന്മയുടെ ഉപാസകരെ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കൂ എന്ന് നമ്മളോട് പറയപ്പെടുന്നതിൻ്റെ സ്വാധീനം സമൂഹത്തിൽ മുഴുവൻ പടരുന്ന, വ്യാപിക്കുന്ന പരിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു നിമിഷം നഷ്ടപ്പെടരുത്. റമദാൻ കൊള്ളാൻ തരക്കേടില്ലെന്ന് പറഞ്ഞിരിക്കാനല്ല, റമദാൻ പട്ടിണി കിടന്ന് നോമ്പ് വയ്ക്കാൻ മാത്രവുമല്ല, റമദാൻ എത്ര കണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലൂടെ നമ്മുടെ മനുഷ്യത്വത്തെ ഉണർത്താൻ, നമ്മുടെ മൃഗത്തെ തോൽപ്പിക്കാൻ, അതിൽ നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ കർമ്മപരിപാടികളും നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആ ചാർട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. പറയേണ്ടതെന്ത്, അധികം പറയേണ്ടതെന്ത്, പറഞ്ഞുകൂടാത്തതെന്ത്, കഴിക്കരുതാത്തത്, തുറക്കേണ്ടതെപ്പോൾ, നോമ്പ് ഇടയത്താഴം കഴിക്കേണ്ടതെപ്പോൾ, നിസ്കരിക്കേണ്ടതെപ്പോൾ, എന്തൊക്കെ നമസ്കാരങ്ങൾ, ഇതൊക്കെ ചേരുമ്പോൾ മാത്രമേ ഒരു റമദാനാവുകയുള്ളൂ. ഈ മൃഗമായി നമ്മുടെ സമൂഹവും പുതുതലമുറയും മുഴുവൻ മാറുമ്പോൾ മുഴുവൻ പുതുതലമുറയും ഈ വഴിയിലേക്ക് പോവുക. കാരണം അവരുടെ മുമ്പിൽ തെറ്റുകളില്ലാത്തൊരു ലോകമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുഞ്ഞുണ്ടിക്കരയിൽ എന്ന് പറഞ്ഞ ചില സുഹൃത്തുക്കൾ പ്രണയത്തിൽ പോയ ലഹരി ഉപയോഗിക്കുന്ന മക്കള് അതിന് അനുമതി കൊടുക്കാത്തപ്പോൾ വാപ്പയുടെ മുഖത്ത് നോക്കി ചോദിക്കുക,
വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്നതിന് കുഴപ്പമുണ്ടെന്ന് പറയുന്ന വാപ്പയുടെ മുഖത്ത് നോക്കി അതിനെന്താ കുഴപ്പമെന്ന് നമ്മുടെ എല്ലാം മക്കൾ ചോദിക്കുന്നിടത്തേക്ക് അവരെ അത്രമാത്രം അവരുടെ മൃഗം ഇന്ന് പണം വിടർത്തിയാടുകയാണ്. നോമ്പാണ് നോമ്പാണ് നോമ്പ് മാത്രമാണ് അതിൻ്റെ ഒരേ ഒരു പോംവഴി എന്ന് ഈ സമുദായം തിരിച്ചറിഞ്ഞ് നോമ്പിൻ്റെ പൂർണ്ണമായ അന്തസത്ത ഉൾക്കൊണ്ട നോമ്പ്, നാക്കിനെ സൂക്ഷിച്ച നോമ്പ്. നമുക്കൊക്കെ ഭക്ഷണം ഒഴിവാക്കി ശീലമുണ്ട്, അതുകൊണ്ട് നാം പന്നിയിറച്ചി തിന്നില്ല. കള്ള് കുടിക്കാത്ത ശീലമുണ്ട്, റമദാനിൽ പാനീയം ഒഴിവാക്കി. കള്ള് കുടിക്കാതിരിക്കാനുള്ള വിൽ പവറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ നേരെ പോലും റമദാനിൽ തിരിഞ്ഞു നോക്കാത്ത പരിശീലനമുണ്ട്. നമ്മൾ പെണ്ണ് പിടിക്കില്ല, അതിൽ നമ്മളൊക്കെ മുമ്പിലാണ്. പക്ഷേ പരിശുദ്ധ റമദാനിൽ ഗീബത്ത് പറയുന്നത് നിർത്താറില്ല, റമദാൻ കഴിഞ്ഞാലും ഗീബത്താ. പരിശുദ്ധ റമദാനിൽ കള്ളം പറയൽ നിർത്തൂല്ല, റമദാൻ കഴിഞ്ഞാലും കള്ളമാ. പരിശുദ്ധ റമദാനിൽ അന്യനെ പരിഹസിക്കുന്ന നിർത്തൂല്ല, റമദാൻ കഴിഞ്ഞാലും ഇതാ. നിങ്ങൾ ഇതൊന്ന് റമദാനിൽ നിർത്തി നോക്കിക്കേ, നമ്മൾ ഒന്ന് നിർത്തി നോക്കിക്കേ. നമ്മൾ ഇതുമില്ലാത്ത ആത്മാവിൻ്റെ ഭാരം ലഘൂകരിച്ച അപ്പൂപ്പൻ താടി പോലെ അന്തരീക്ഷത്തിൽ ആത്മലാഘവത്തോടുകൂടി പാറി നടക്കുന്ന ആത്മാക്കളായി നമ്മൾ മാറുന്ന കാഴ്ച കാണാം. ആരോടും പകയില്ലാത്ത ഒരു മനസ്സൊരുക്കിയെടുക്കാൻ ഈ റമദാൻ പോലെ നമ്മെ സഹായിക്കുന്നതൊന്നുമില്ല. അതിൻ്റെ സുഖവും ആനന്ദവും അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മുടെ ആത്മസത്തയുടെ പരകോടിയിലേക്ക് മനസ്സാണ് നമ്മുടെ ആകെയുള്ള അസ്തിത്വം. പരലോക സീമകളിലേക്ക് പറന്നുയരാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ആകാശ സീമകളുടെ സ്വർഗത്തിൻ്റെ റോക്കറ്റാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോഴും ഇരമ്പി പറക്കുകയാണ്, അതിൻ്റെ ആസ്ഥാനം തേടി പറന്നുയരാൻ വെമ്പുകയാണ്. നാം അത് അറിയുന്നുണ്ട്. അതിനെ ദുർബലമാക്കാതെ അങ്ങനെ ആ കർമ്മ പദ്ധതികളിലൂടെ നമ്മൾ പുരോഗമിച്ച് അവസാനം അതിൻ്റെ ഒടുവിലത്തെ നാളാകുമ്പോൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ പരമോന്നത സീമകളെ സ്പർശിക്കാൻ പ്രാപ്തരാകുമെന്ന് പറയപ്പെടുന്ന ആ പദ്ധതികളോട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ പരിശുദ്ധ റമദാനിലേക്കുള്ള നമ്മുടെ പ്രയാണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.